നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. നമ്മൾ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തതിനു ശേഷം US മാർക്കറ്റിൽ നിന്ന് വലിയൊരു ഈവൻ്റ് ഉണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാക്കുന്ന തീരുമാനം 50 ബേസ് പോയിൻ്റാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ വിപണി എക്സ്പെക്റ്റ് ചെയ്ത അതേ കാര്യം തന്നെ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഇന്നലെ US വിക്സ് 36% ഇടിഞ്ഞു. ഇന്നലെ US മാർക്കറ്റ് റെഡിലാണെങ്കിൽ കൂടിയും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ ഏകദേശം 200 പോയിൻ്റ് അപ്സൈഡാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. എങ്കിലും ജെറോം പവൽ സെൻട്രൽ ബാങ്ക് തലവൻ്റെ കുറച്ച് പ്രസ്താവനകൾ മാർക്കറ്റിലൊരു മിക്സഡ് ആയിട്ടുള്ളൊരു അവസ്ഥയാണുള്ളത്. മാർക്കറ്റ് എന്താണോ വേണ്ടത് അത് സംഭവിച്ചു. എന്നാൽ അതിനുശേഷം നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയിൽ ഈ മാന്ദ്യസാധ്യതകളെല്ലാം തന്നെ തീരെ കളഞ്ഞിട്ടുണ്ട്. എന്നാൽ അൾട്രാ അഗ്രസീവായിട്ട് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാക്കുക എന്നുള്ളത് അങ്ങനെയുള്ളൊരു സാധ്യതകൾ ഇല്ല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്നാമത് 50 ബേസ് പോയിൻ്റ് ഓൾറെഡി തന്നെ ആൻറ്റിസിപ്പേറ്റഡ് ആണ്. അതിൻ്റെ റാലി ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു, ഗ്ലോബൽ മാർക്കറ്റും കണ്ടു കഴിഞ്ഞു. അതിനുശേഷം ഈ വലിയ വലിയ ഫണ്ട് ഹൗസുകളെല്ലാം തന്നെ ഈ ഒരു സെൻട്രൽ ബാങ്കിൻ്റെ ഇത്തരം പ്രസ്താവനകളെല്ലാം തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതി അനുസരിച്ചാണ് മാർക്കറ്റ് പോവുക. നമ്മളെ കൊണ്ട് റീറ്റെയിലേഴ്സിനെ കൊണ്ടൊന്നും മാർക്കറ്റിനെ മൂവ് ചെയ്യാനായിട്ടുള്ള ശക്തിയില്ല. അപ്പോൾ വലിയ ഫണ്ട് ഹൗസുകൾ എങ്ങനെയാണോ ഈ ഒരു പ്രസ്താവനകളെ നോക്കി കാണുന്നത്, അതിൻ്റെ ഒരു മാസീവായിട്ടുള്ള വോളിയം ഏത് ഡയറക്ഷനിലാണോ പോകുന്നത് അതനുസരിച്ചാണ് മാർക്കറ്റ് പോവുക. എനിവേ ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ വിദേശ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളെല്ലാം തന്നെ ബയേഴ്സായിരുന്നു. 1154 കോടി രൂപ. FIIസും DIസും 152 കോടി രൂപയുടെ ബൈ നടത്തി. നിഫ്റ്റി ഇന്നലെ ഇടിഞ്ഞിട്ടുള്ളത് പ്രധാനമായിട്ടും IT ഇൻഡെക്സ് 2% ഫോൾ ആയതുകൊണ്ടാണ്. ഇന്നലെ നിഫ്റ്റി 50-ലെ 5 കമ്പനീസും ടോപ്പ് ലൂസേഴ്സും അത് IT-യിൽ നിന്നാണ്. എന്നാൽ HDFC ICICI ബാങ്കും ശക്തമായ റാലി രേഖപ്പെടുത്തി ബാങ്ക് നിഫ്റ്റിനെയും ഫിൻ നിഫ്റ്റിനെയും അതല്ലെങ്കിൽ ബാങ്ക് എക്സിനെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിയും സെൻസെക്സാണ് ഇന്നലെ ഒരു ഫ്ലാറ്റായ ഒരു അവസ്ഥയിൽ കൊണ്ടുപോകാൻ കാരണം നേരെ സൂചിപ്പിച്ച പോലെ തന്നെ IT സെക്ടറാണ്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 62,000, ഏറ്റവും ടോപ്പിൽ നിന്ന് രണ്ടാമത് ബ്രന്റ് ഓയിൽ 73, മൂന്നാമത് ഗോൾഡ് $2,558 per ounce. ഓസ്ട്രേലിയ പോസിറ്റീവാണ്, ചൈന, കൊറിയ, നിക്കി ജപ്പാൻ മാർക്കറ്റ് 800 പോയിൻ്റ് അപ്പാണ്. ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് 13.41 നിൽക്കുന്നത്. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളും US മാർക്കറ്റുകളും ഇന്നലെ റെഡിൽ അടച്ചു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസും വിപ്രോയും ഇവിടുത്തെ ഇടിവ് അവിടെ റിഫ്ലക്റ്റ് ചെയ്തു. ICICIയും HDFCയും ഇവിടുത്തെ റാലി അവിടെ റിഫ്ലക്റ്റ് ചെയ്തു. വലിയ പ്രത്യേക ചലനങ്ങളൊന്നും സൃഷ്ടിച്ചിട്ടില്ല. ഇനി ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. നിഫ്റ്റി എന്തുകൊണ്ടോ കോൾ സൈഡിൽ ഒരു കോൾ അഡീഷൻ അറ്റ് ദ മണിയുടെ 2 പോയിൻ്റ് അപ്പുറമുള്ള ഒരു 25,500 കാണുന്നുണ്ട്. ഒരു സൈക്കോളജിക്കൽ ലെവൽ ആയതുകൊണ്ടാണോ എന്നറിയില്ല. 25,500 ഇങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളിൽ കോൾ ഷോർട്ട് ചെയ്യാൻ ആളുകൾ ധൈര്യപ്പെടാറില്ല. അപ്പോൾ അതാ പറഞ്ഞത്, എങ്ങനെയാണ് ഈ ഒരു ഫണ്ട് ഹൗസുകൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. 25,000 എനിവേ മേജർ സപ്പോർട്ട് സോണായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് വരാം. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി ജർമ്മനിയിൽ നിന്ന് $54 മില്യൺ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. GE ഇന്ത്യ കമ്പനി അവർക്ക് അവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് ഈ ഒരു കമ്പനിയുടെ 11% സ്റ്റേക്ക് സെല്ല് ചെയ്യുകയാണ് എന്നുള്ള ന്യൂസ് ഉണ്ട്. ആദിത്യ ബിർള ക്യാപിറ്റൽ കമ്പനി, റിസർവ് ബാങ്ക് ആദിത്യ ബിർള ഫിനാൻസും ആദിത്യ ബിർള ക്യാപിറ്റലും തമ്മിലുള്ള മെർജറിന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു. പവർ ഗ്രിഡ് കമ്പനിക്ക് ഒരു ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ ഓർഡർ കിട്ടിയിട്ടുണ്ട് മധ്യപ്രദേശിൻ്റെ ഭാഗത്തുനിന്ന്. BL കാഷപ്പ് ആൻഡ് സൺസ് കമ്പനിക്ക് 221 കോടി രൂപയുടെ ഒരു സിവിൽ വർക്ക് SS റിയാലിറ്റി ആൻഡ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. അതുപോലെ ഈ അയോൺ എക്സ്ചേഞ്ച് കമ്പനിക്ക് അദാനി പവറിൻ്റെ ഭാഗത്തു നിന്ന് 161 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ആവാസ് ഫിനാൻസ് കമ്പനി നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് 630 കോടി രൂപയൊക്കെ സമാഹരിക്കുന്നുണ്ട്. നസാറ ടെക്കും 900 കോടി രൂപ അവർ ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ട് ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നുണ്ട്. വിൻസോൾ എഞ്ചിനീയറിംഗ് കമ്പനി 4 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ലെമൻട്രി ഹോട്ടൽ ആന്ധ്രാപ്രദേശിലെ പുതിയ ഹോട്ടൽ അവർ അക്യൂർ ചെയ്തു. ഓൾ കാർഗോ ലോജിസ്റ്റിക് കമ്പനിയുടെ ലോജിസ്റ്റിക് വോളിയം ഇയർ 5% അപ്സൈഡ് കണ്ടു എന്ന് കമ്പനി അവർ അഭിപ്രായപ്പെട്ടു. ഡിവിഡൻറ്റ് IPO അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ട്രേഡ് ബഡ്ഡി എന്നുള്ള ടാബിലുണ്ട്. ഈ വീഡിയോയുടെ
ഡിസ്ക്രിപ്ഷനിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് ആ ഡീറ്റെയിൽ എടുക്കാൻ സാധിക്കും. വൈകിട്ട് 7 മണിക്ക് കാണാം. എല്ലാവർക്കും പ്രോഫിറ്റബിൾ ട്രേഡിംഗ് ഡേ നേരുന്നു. താങ്ക് യു ആൾ.